എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അതിഥിയുണ്ട്, ലൂയിസ് പി മാത്യു. ലൂയിസ് പി മാത്യു അച്ചായൻ കോട്ടയത്ത് നിന്ന് യാത്ര തിരിച്ച് ഇവിടെ ഇടുക്കിയിൽ എൻ്റെ അടുത്ത് വന്നതാണ്. ലൂയിസ് അച്ചായനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ശബത്ത് സഭയുടെ ഒരു അംഗമാണ്. ശബത്ത് പ്രാർത്ഥനാലയം ശനിയാഴ്ച ആരാധിക്കണം എന്ന് വാദിക്കുന്ന ഒരു സഭയുടെ ഒരു പ്രതിനിധിയാണ്. അച്ചായൻ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താവോ? പറഞ്ഞേ. എൻ്റെ പേര് ലൂയിസ് പി മാത്യു എന്നാണ്. മാവേലിക്കര സ്ഥലമാണെങ്കിലും കോട്ടയത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. സഭയിലെ പാസ്റ്ററാണോ? സഭയിലെ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാനൊരു സുവിശേഷകനാണ്. സുവിശേഷകൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലത്തെ സുവിശേഷം അല്ല ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സുവിശേഷം, സത്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സുവിശേഷം പറയുന്നത്. ഇന്ന് ആരും സത്യത്തിൽ നിന്നുകൊണ്ടല്ല സുവിശേഷം പറയുന്നത്. അതിന് കാരണം ഇന്ന് കാണുന്ന സഭകളുടെ പേരുകളൊന്നും വിശുദ്ധ വേദപുസ്തകത്തിലില്ല. ഈ സഭകളെല്ലാം വായിക്കുന്നത് ഒരേ ഒരു വേദപുസ്തകത്തിലെ വചനങ്ങളാണ്. എന്നാൽ ഇതിൽ സത്യസഭ ഏതാണെന്ന് ആർക്കും അറിയത്തുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർ സംസാരിക്കുന്നത് സത്യം അല്ല എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. എന്നാൽ അച്ചായൻ വിശ്വസിക്കുന്നത് സബത്ത് ആചരിക്കണം, അനുഷ്ഠിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. അതെ, എന്താണ് അങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പറയാനുള്ള കാരണം? കാരണമെന്ന് വെച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം 6 ദിവസം കൊണ്ടാണ് ദൈവം ഈ സകല ചരാചരങ്ങളൊക്കെയും സൃഷ്ടിച്ചത്. അത് 7-ാം ദിവസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ പറയുന്ന വചനം. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്ന് അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹവും ശുദ്ധീകരണമുള്ളതായ ദിവസം ദൈവം കൽപ്പിക്കുന്നത് 7-ാം ദിവസം കൽപ്പിക്കുമ്പോൾ നമുക്ക് 1-ാം ദിവസമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ദൈവം 7-ാം ദിവസമാണ് കൽപ്പിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി 7-ാം ദിവസം കൽപ്പിച്ചിരിക്കുന്നു? മിസ്രൈമിൽ കിടന്നതായ ജനത്തെ 6 ലക്ഷത്തി ചില്ലുവാനും ജനത്തെ കനാൻ നാട്ടിൽ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരമാണ് കനാൻ നാട്ടിൽ കൊണ്ടുവന്നത്. എന്നാൽ അന്ന് ഇറങ്ങിത്തിരിച്ചവരിൽ നിന്ന് 2 പേരെ മാത്രമേ ദൈവം അതിനകത്ത് കയറ്റിയുള്ളൂ. ബാക്കിയുള്ളവരെ കയറ്റാത്തതിൻ്റെ കാരണം ഇന്നത്തെ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് അവർ പുറവുറുത്തു, അവർ ഇറച്ചി കഷ്ണത്തിന് വേണ്ടി കടികൾ കൂടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ദൈവം എന്തു പറയുന്നു? യെഹെസ്കേൽ 20:15-16 പറയുന്നത് അവരുടെ ഹൃദയം അവരുടെ വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നത് കൊണ്ട് അവർ എൻ്റെ വിധികളെ ധിക്കരിച്ചു. എൻ്റെ ചട്ടങ്ങളിൽ നടക്കാതെ എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കിയിരിക്കയാൽ ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമേറിയതായ ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവരികയില്ല, സത്യം എന്ന് യഹോവ മരുഭൂമിയിൽ വെച്ച് കൈയുയർത്തി സത്യം ചെയ്തു. കണ്ടോ, വാക്ക് മാറാത്ത ദൈവം. യഹോവ വാക്ക് മാറാത്തവനെന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ എന്ത് വാക്ക് മാറി? എന്താ വാക്ക് മാറി? ഞാൻ അവിടെ പിതാക്കന്മാർക്ക് കൊടുത്തിരുന്നു, ഇനി ഞാൻ കൊടുക്കത്തില്ല. വാക്ക് മാറാനുള്ള കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധിയുള്ള ഈ വിശുദ്ധ ശബത്ത് ദിവസത്തെക്കുറിച്ച് ലംഘിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് എതിരായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ വാക്ക് മാറാത്ത ദൈവം വാക്ക് മാറും, അതിന് സംശയമില്ല. അപ്പോൾ ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേ ഈ ശബത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുതിയ നിയമത്തിൽ വരുമ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് യെശയ്യാവിൻ്റെ പുസ്തകം 58:13-14 പറയുന്നത്, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശബത്തിൽ നിൻ്റെ കാൽ അടക്കി വെച്ച്
ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനി യോഗ്യമെന്ന് പറയുകയും നിൻ്റെ വേലയ്ക്ക് പോകുകയോ നിൻ്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുക. അങ്ങനെ പഴയ നിയമകാലത്തെല്ലാം ദൈവത്തെ ശബത് ദിവസത്തിൽ അന്നത്തെ ജനം ആരാധിച്ചു പോന്നു. അത് നമ്മുടെ ഈ പുതിയ നിയമസഭയിൽ ആചരിക്കണം എന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാനുള്ള കാരണം ഞാൻ യേശുവിനെ അനുകരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. യേശു ക്രിസ്തു ദൈവകൽപ്പന പ്രകാരം ശബത് ദിവസത്തിൽ പള്ളിയിൽ പോയതായിട്ട് പറയുന്നുണ്ട്. അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 4:16, 17, 18 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, അവൻ വളർന്ന നസറത്തിൽ വന്നു, ശബതിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. അപ്പോൾ യേശു ക്രിസ്തുവും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ശബത് ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ ജനത്തിൻ്റെ ഇടയിൽ യേശു ക്രിസ്തുവും പോയിരുന്നത് കൊണ്ട് ഞാൻ യേശുവിനെ അനുകരിക്കുന്നത് കൊണ്ട് ഞാനും ആ യേശു പോയതായ ആ സഭയിൽ തന്നെ ഞാൻ പോകും. ശബത്തിൽ പോയത് കൊണ്ട് നമ്മളും ശബത്തിൽ പോകണം എന്നാണ് പോകണം. ഇപ്പോൾ യേശു പരിച്ഛേദന ഏറ്റിരുന്നു. നമുക്ക് പരിച്ഛേദന ആവശ്യമുണ്ടോ? നമുക്ക് പരിച്ഛേദന ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പരിച്ഛേദനയുമല്ല അഗ്രചർമ്മവുമല്ല ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന അത്രേ കാര്യം. അപ്പോൾ പഴയ നിയമത്തിൽ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത്, യേശു ശബത്തിൽ പ്രാർത്ഥനയ്ക്ക് പോയി എന്നതുകൊണ്ടാണ് നിങ്ങൾ ശബത്തിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നല്ലേ പറഞ്ഞേ? അതെ. അങ്ങനെയാണെങ്കിൽ യേശു പരിച്ഛേദന ഏറ്റിരുന്നു, നമ്മളും പരിച്ഛേദന ഏൽക്കേണ്ട കാര്യമില്ല. പഴയ നിയമത്തിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം എത്രയോ പരിച്ഛേദന ഉണ്ട്. എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മാനസാന്തരമാണ് ഇനി ആവശ്യം. പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, പുതിയ സൃഷ്ടി എത്രയോ കാര്യമെന്ന് പൗലോസ് പലയിടത്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത് അപ്പോൾ ഈ യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന പത്രോസും യോഹന്നാനും മറ്റുള്ളവരൊക്കെ അവര് ശബത്തിൽ പോയി ആരാധിച്ചിരുന്നോ? അതെ. അതിന് വേദവസ്തു തെളിവുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികളിലുണ്ടല്ലോ മൊത്തം. പറഞ്ഞു. ഏതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിന്റെ അതിന്റെ 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവര് ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ട കാര്യം പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 13-ന്റെ 1, 2, 3 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 1, 2. അതെ. അന്ത്യോക്യയിലെ സഭയിൽ. അപ്പൊ ഈ അന്ത്യോക്യ സഭ എന്ന് ഉദ്ദേശിക്കുന്നത് യഹൂദന്റെ സിനഗോഗാണോ? അതെ. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ട്. പിന്നീട് കാണിച്ചുതരാം. വായിച്ചു. അതുകൊണ്ടാ അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമയോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹേരോദോടുകൂടെ വളർന്ന മനയൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേശകന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ചോദ്യം, ഈ ശബത്തിൽ ആരെയാണ് ആരാധിക്കേണ്ടത്? ദൈവത്തെ ആരാധിക്കേണ്ടത്. അപ്പൊ ഇവിടെ കർത്താവിനെ ആരാധിച്ചെന്നാണ്. കർത്താവിനെ, ദൈവത്തെയും കർത്താവെന്ന് പറയും. അല്ല, കർത്താവിനെ ആരാധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവിനെ മാത്രമല്ല ദൈവത്തെയും കർത്താവെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് ക്ലിയർ ആയില്ല. അതായത് നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ യഹോവയായ ദൈവത്തെ ആണല്ലോ ആരാധിക്കേണ്ടത്. അതെ. അപ്പൊ ഇവിടെ വരുമ്പോൾ അവർ കർത്താവിനെ ആരാധിച്ചും ഉപസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ശബത്തിൽ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത്? ശബത്തിൽ എങ്ങനെ യേശു ക്രിസ്തുവിനെ ആരാധിക്കും? യേശു ക്രിസ്തുവിനെ അല്ലല്ലോ ആരാധിച്ചത്. അല്ല, ഇവിടെ കർത്താവിനെ ആരാധിച്ചു എന്നാണ്. കർത്താവിനെ ആരാധിച്ചെന്ന് പറയുമ്പോൾ യേശുവിനെ പറയണമെന്നുണ്ടോ? യഹോവയെ ദൈവത്തെയും കർത്താവ് എന്ന് പറയത്തില്ലേ? ഇവിടെ കർത്താവ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അതെ, അങ്ങനെ എഴുതിയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ കിടന്ന് തർക്കിക്കുന്ന അത് യേശുവിനെ ആവാം, പിതാവായ ദൈവത്തെ ആകാം. ഇവിടെ ശബത്തിലാണ് ആരാധിച്ചെന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 13-ന്റെ 13, 14 വായിച്ചു നോക്കി. ഇത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അവിടെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 13-ന്റെ 13, 14 പറയുന്നത്, പൗലോസും കൂടെയുള്ളവരും പാബോസിൽ നിന്ന് കപ്പൽ നീക്കി പമ്പുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞു യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി. ശബത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളി പ്രമാണികൾ അവിടെ അടുക്കൽ ആളയച്ചു. സഹോദരന്മാരെ,
നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവീൻ എന്ന് പറയിച്ചു. പൗലോസ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പീൻ. ഇസ്രായേൽ ജനത്തിൻ്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു. മിസ്രൈം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു. ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ ജനത്തെ കൊണ്ടുവന്നതായ കാര്യമാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. അതിൻ്റെ 40-44 വായിക്കുമ്പോൾ, അതിനെ കണ്ടിന്യൂ ചെയ്ത് വായിക്കുമ്പോൾ, ഹേ നിന്നക്കാരെ നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോവീൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം തങ്ങളോട് പറയണം എന്ന് അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മനസ്സാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവരോട് സംസാരിച്ചു, ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. അപ്പോൾ അച്ചായൻ പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ശബത്തിൽ ആരാധനയ്ക്ക് പോയിരുന്നു എന്നാണ് പറയുന്നത്, പത്രോസും. അതെ, അങ്ങനെയുള്ള പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ ശബത്തിൽ പോയി ആരാധിക്കണം എന്ന് എഴുതിയിട്ടുണ്ടോ? ശബത്തിൽ പോയി ആരാധിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് ശബത്തിൽ പോയി ആരാധിക്കണമെന്ന് പറയുമോ? അങ്ങനെ അല്ല, ശബത്തിൽ ആരാധിക്കുന്നവരുടെ ചോദിക്കുന്നത് ഒന്നാമത്തെ യെരുശലേം കൗൺസിലിൽ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ അത് ശബത്തിനെ കുറിച്ചും വാവിനെ കുറിച്ചും വിഗ്രഹാർപ്പിതത്തെ കുറിച്ചുമാണല്ലോ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആ ശബത്ത് വിഗ്രഹാർപ്പിതം ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവിടെ കുറെ ഉപദേശങ്ങൾ പറയുന്നു. ശ്വാസം മുട്ടിച്ചത് എന്താണ് അത് പറയുന്നത് ഒന്ന് പറഞ്ഞു. അതെ, ജാതികളിൽ നിന്ന് വന്നവര് ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പൊ ശബത്തിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ലേ? ശബത്ത് ആകാശവും ഭൂമിയും മാറിയാലും മാറ്റം. ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ അവിടെ പൗലോസും ആദ്യത്തെ യെരുശലേം കൗൺസിലാണ് കാണുന്നത്. ആ യെരുശലേം കൗൺസിൽ വലിയൊരു തർക്കം ഉണ്ടാവുകയാണ്, രക്ഷ പ്രാപിക്കാൻ ഇനി എന്ത് ചെയ്യണം. അപ്പോൾ ഇവിടെ 5-ാം വാക്യം, എന്നാൽ പരീക്ഷ പക്ഷത്ത് നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിക്കാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണം ആചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശബത്തും വരില്ലേ അതിൻ്റെ അകത്ത്? ഇല്ല. മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ ശബത്ത് ദൈവത്തിന്റെ കരം കൊണ്ട് എഴുതപ്പെട്ടതായ 10 കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ മോശ പറഞ്ഞിട്ടില്ലേ ശബത്ത് ആചരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? മോശ അല്ല, ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. മോശ എന്നും പറഞ്ഞിട്ടില്ല, യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാരും പറഞ്ഞു. ദൈവം കൽപ്പിച്ചിരിക്കുന്ന ആ കൽപ്പന പ്രകാരമാണ് യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരെല്ലാവരും ശബത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി വരാൻ പോകുന്നതായ ഭൂമിയിലും ശബത്ത് ദിവസം ആണ് ആരാധനയെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നെങ്കിൽ ഇതിനിടയ്ക്ക് വെച്ച് അവിടെ ഇങ്ങനെ മാറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അത് കണ്ടിന്യൂ ചെയ്ത്, അതുകൊണ്ട് എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോഴാണ് അവിടെ പറയുന്നത്, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി. അപ്പോൾ അച്ചായൻ പറഞ്ഞു, ഇനിയിപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഒരു കർമ്മം കൂടെ അനുഷ്ഠിക്കണം. ശബത്ത് എന്നൊരു കർമ്മം കൂടെ അനുഷ്ഠിക്കണം. അത് ഞാനല്ല പറഞ്ഞത്. അല്ല, ഇനിയിപ്പോൾ ഒരു കർമ്മം കൂടെ ആവശ്യമാണ്. യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കണം. അതിനി ഒരു കർമ്മം കൂടെ ആവശ്യമാണ്. എന്താ കർമ്മം? ശബത്തിൽ പള്ളിയിൽ പോകണം, ശബത്തിൽ ദൈവത്തെ ആരാധിക്കണം. അതൊരു കർമ്മമല്ലേ? എന്താ കർമ്മം എന്ന് പറഞ്ഞു? അല്ല, അത് നമ്മൾ ചെയ്യുന്ന ദൈവത്തിന്റെ ഒരു വാഗ്ദത്തമല്ലേ? അല്ല, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലേ? അതെ, പ്രവൃത്തിയിൽ കൂടെ ഇനി ഒരു കർമ്മം കൂടെ നമ്മൾ അനുഷ്ഠിക്കണം. ഇനി ഒരു കർമ്മം കൂടെ അനുഷ്ഠിച്ചാലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ആ മഹത്വം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഇനി ഒരു കർമ്മവും കൂടെ അനുഷ്ഠിക്കണം, സ്നാനപ്പെടണം എന്ന് വെച്ചാൽ അത് ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. നേരത്തെ അത് ചെയ്തുകൊണ്ടിരുന്നവര് അതനുസരിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ ഇത് ചെയ്യാതിരിക്കുന്നിടത്ത് ഇത് അനുസരിച്ചേ പറ്റുള്ളൂ. നമ്മൾ ചെയ്യണം. കാരണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നെങ്കിൽ മാത്രം മതി. ഇവിടെ ജീവിക്കണമെങ്കിൽ ഇതൊന്നും വേണ്ട, നരകത്തിൽ പോകണമെങ്കിലും ഇതൊന്നും വേണ്ട, തീയിൽ കിടക്കണമെങ്കിൽ ഇതൊന്നും വേണ്ട. ചോദിച്ച ചോദ്യം അതല്ല. ഇപ്പൊ നമ്മൾ ഇനി ഒരു കർമ്മം കൂടെ ചെയ്യണം, നമ്മുടെ രക്ഷ പൂർത്തീകരിക്കണം. നമ്മൾ യഥാർത്ഥ യേശുവിൽ വിശ്വസിക്കണം. യഥാർത്ഥ യേശു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ യേശു, ഡ്യൂപ്ലിക്കേറ്റ് യേശു, ഒറിജിനൽ യേശു, രണ്ട് യേശു ഇല്ലല്ലോ, ഒരു യേശുവല്ലേ ഉള്ളൂ. 2 യേശു ഉള്ളത് യഥാർത്ഥ യേശു. അത് പറഞ്ഞു തരാം. യഥാർത്ഥ യേശു ഇല്ല, ചിരിപ്പിച്ചെന്ന് കൊല്ലും. നിങ്ങൾ ഇത് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിരിപ്പിച്ചു കൊല്ലും എന്ന് പറയാം. നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ല, നിങ്ങളെ പഠിപ്പിച്ചിട്ടുമില്ല.
കാരണം പരിശുദ്ധാത്മാവല്ലേ ഇത് വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വെളിപ്പെട്ടിട്ടില്ല. നിങ്ങൾ അച്ചായൻ്റെ ഉപദേശം എന്ന് പറയുന്നത് ശബത്ത് ഇനി ആചരിക്കണമെന്നുള്ളതാണ്. അതായത് ഇവിടെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മോശയുടെ ന്യായപ്രമാണ പ്രകാരം അങ്ങനെ ആചരിക്കണം. അതായത് പഴയ നിയമ ആചാരാനുഷ്ഠാനങ്ങൾ ഇനിയും വേണമെന്ന് പരീക്ഷ പക്ഷത്തു നിന്ന് ചില ആളുകൾ, പരീക്ഷന്മാർ പറഞ്ഞതല്ല, അല്ല ഒരു മിനിറ്റ് നേരിട്ട്, പരീക്ഷ പക്ഷത്തു നിന്ന് കുറേ ആളുകൾ എഴുന്നേറ്റ് വാദിച്ചു. അപ്പോൾ പിന്നീട് നമ്മൾ താഴേക്ക് കാണുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചാണ് കാണുന്നത്. നമ്മുടെ അച്ചായൻ പറയുന്നത് ഇനി നമ്മൾ ശബത്ത് ആചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക്, അപ്പോൾ ഈ ഓക്കെ ശബത്ത് ആചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പോകുള്ളൂ. അപ്പോൾ ഈ ശബത്തിൽ എങ്ങനെയാണ് ആരാധിക്കുന്നത് അതും കൂടെ ഒന്ന് പറഞ്ഞു. എങ്ങനെയാണ് ആരാധിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നത്തെ ആരാധനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5 പാട്ട് പാടും, സാക്ഷ്യം പറയും, പ്രാർത്ഥിക്കും, പ്രസംഗിക്കും. അല്ല ഞാൻ ചോദിക്കുന്നത് ശബത്തിലെ ആരാധന എങ്ങനെയായിരുന്നു പഴയ നിയമ ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്ര യാഗങ്ങൾ അർപ്പിക്കുക എന്ന് വെച്ചാൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. അല്ല ഞാൻ ചോദിക്കുന്നതല്ല, അപ്പൊ ഈ ശബത്തിലെ ഒരു ആരാധനയുടെ ഒരു മാതൃക ഉണ്ടായിരുന്നല്ലോ, ഉണ്ട്. അതെങ്ങനെയായിരുന്നു ആരാധന? അല്ല പഴയ നിയമ ആരാധനയുടെ ഒരു മാതൃക ഉണ്ടല്ലോ. മാതൃക എന്ന് പറഞ്ഞാൽ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന് മഹത്വം കരയറ്റുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശബത്തിൽ ആരാധിക്കുമ്പോ പുരോഹിതന്മാർ വേണ്ടേ? എന്തിനാ അല്ല പഴയ നിയമ കാലഘട്ടങ്ങളിൽ ശബത്തിലെ ആരാധന പുരോഹിതന്മാരുണ്ടായിരുന്നു. അത് യാഗങ്ങൾ കഴിക്കേണ്ടതായ കാലത്ത് അന്ന് പുരോഹിതന്മാരുണ്ട്. ഇപ്പോൾ യാഗങ്ങൾ കഴിക്കേണ്ട. ആ പുരോഹിതന്മാർക്ക് വേഷവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോഴും നമ്മൾ അനുഷ്ഠിക്കണ്ടേ? എന്തിനാ? കാരണം ശബത്തിൽ ആരാധിക്കുമ്പോൾ ഈ ശബത്തിലുള്ള ആരാധനയ്ക്ക് ഒരു മാതൃക വെച്ചിട്ടുണ്ടല്ലോ, അതെന്ത് മാതൃക എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് അനുസരിച്ചുകൊണ്ട് എന്താണ് അനുസരിക്കേണ്ടത്? ദൈവകൽപ്പന. അല്ല അത് എന്ത് കൽപ്പനകളാണ്? എന്താ കൽപ്പന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്ന കൽപ്പനയാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഈ ശബത്തിൽ നമ്മളിപ്പോൾ പള്ളിയിൽ പോയി, ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ പള്ളിയിൽ പോയി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശബത്ത് തുടങ്ങുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ ശനിയാഴ്ച വൈകുന്നേരം 6 മണി വരെയാണ് ശബത്തിൻ്റെ ദിവസം. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഉപവസിക്കുക 30-32 വർഷം കൊണ്ട് ശബത്തിൽ ഉപവസിക്കുന്ന ആളാണ്. അത് പരിശുദ്ധാത്മാവ് എന്നോട് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് അന്ന് മുതലേ വെള്ളം പോലും കുടിക്കാതെ 24 മണിക്കൂർ വെള്ളം പോലും കുടിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുക. സഭയിൽ വരുന്ന എല്ലാ ആളുകളും അങ്ങനെയാണ്? എല്ലാവരും അങ്ങനെയല്ല. ഇല്ല, എല്ലാവരോടും ദൈവം കൽപ്പിച്ചിട്ടില്ല, ചിലവരോട് മാത്രം. അതല്ല ഇവിടെ പറഞ്ഞിരിക്കും, ഞങ്ങൾ ഉപവസിച്ചും ആരാധിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞിട്ടില്ല. എന്നോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അറിയാമോ? അല്ല ഞാൻ ചോദിക്കുന്നത്, അച്ചായന് പരിശുദ്ധാത്മാവ് അച്ചായനോട് സംസാരിച്ചു, അതുപോലെ സഭയിലുള്ള വേറെ ആരോടും സംസാരിച്ചിട്ടുണ്ടോ? അതെനിക്കറിയത്തില്ല, അങ്ങനെ സംസാരിക്കാൻ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ശബത്ത് ആചരിക്കുന്ന നിങ്ങൾ, പൂർണ്ണമായി ശബത്ത് ആചരിക്കുന്ന നിങ്ങൾ എത്ര പേര് ഇങ്ങനെ വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെ ഒക്കെ ഇരിക്കുന്നവർ എത്ര പേരുണ്ട്? എത്ര പേരുണ്ടെന്ന് അതല്ല, അങ്ങനെയല്ല ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിച്ചിട്ടല്ല പിന്നെ ന്യായസ്ഥാനത്ത് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ യേശു ക്രിസ്തു വരെ പോകുന്നതും. അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ശബത്ത് ആചരിക്കുമ്പോൾ പൂർണ്ണമായി ശബത്ത് ആചരിക്കുമ്പോൾ പൂർണ്ണമായി വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും വേറെ ജോലികളൊന്നും ചെയ്യാതെ തങ്ങളുടെ കാലടക്കി വെച്ച് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കണമെന്നല്ലേ? അപ്പൊ അങ്ങനെ എത്ര പേരുണ്ട്? അങ്ങനെ അന്ന് കൽപ്പിച്ചു. അന്ന് ആരാധന എന്ന് പറയുമ്പോൾ അത് അവർക്ക് അറിയത്തില്ല. അപ്പൊ ഇന്നത്തെ വിശ്വാസം, അപ്പൊ ഇന്ന് നമ്മൾ അതൊന്നും ചെയ്യണ്ട, നമ്മൾ ശബത്തിൽ ആരാധിച്ചാൽ മതി. ശബത്ത് ദിവസം ആരാധിക്കുകയും ആ ദിവസത്തിൽ ജോലിക്കൊന്നും പോകരുത്, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവാം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാനൊന്നും എഴുതിയിട്ടില്ലല്ലോ. കർത്താവിന്റെ വേലയ്ക്കായിട്ട് ആ ഒരു ദിവസം. അല്ല കർത്താവിന്റെ വേലയും ചെയ്യണമെന്ന് എഴുതിയിട്ടില്ലല്ലോ, ശബത്തിൽ പോയി ആരാധിക്കണമെന്നല്ലേ എഴുതിയിട്ടുള്ളൂ. അതെ, ആരാധിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകണം. അതല്ല ഞാൻ പറഞ്ഞു തരുന്നത്. ആരാധന കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും എന്ത് ചെയ്തു? അവർ വിളഭൂമിയിൽ കൂടെ ഉച്ച ആയപ്പോൾ പോവുക. ആരാധന കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആരാധന കഴിച്ചിട്ട് അനേകം വീടുകളിലൊക്കെ യേശുക്രിസ്തു ശിഷ്യന്മാരൊക്കെ കയറി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഇതാണ്ട് ഇപ്പോഴും ട്രാക്ടറുണ്ട് കയ്യിൽ. ഞാൻ ബസ്സിൽ വന്നപ്പോൾ തന്നെ 2-3 പേർക്ക് ട്രാക്ടർ കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഒരു ഹോട്ടലിൽ ഒരു 2 പേര് നിൽക്കുന്ന അവർക്കും കൊടുത്തു. അപ്പോൾ ബ്രദറിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അവർ എനിക്ക് ക്രിസ്ത്യൻസ് ആണെന്ന്, ഒരെണ്ണം ക്രിസ്ത്യൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവർക്ക് ഒരു ട്രാക്ടറും കൊടുത്തിട്ട് വന്നു. ഞാൻ കൊടുത്ത ഉടനെ തന്നെ അവർ ആ ട്രാക്ടർ അങ്ങ് വായിക്കുക. ഞാൻ പറഞ്ഞു ഇന്ന ആളെ അന്വേഷിച്ച് പറഞ്ഞപ്പോൾ
എന്തോ ഭാര്യയുടെ പേരെന്തോ പറഞ്ഞു, ഒരു ടീച്ചറാണോ, ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ട്രാക്റ്റ് ഞാൻ കൊണ്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ കർത്താവിൻ്റെ വേലയും ചെയ്യും, എൻ്റെ വേലയ്ക്ക് ഞാൻ പോകും. അച്ചായൻ പറയുന്ന ആശയം ഇതാണ്. ശബത്ത് എന്ന് പറയുന്ന ഇവർ വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിക്കും, ശനിയാഴ്ച വൈകുന്നേരം നിർത്തും. അച്ചായന് പരിശുദ്ധാത്മാവ് നേരിട്ട്, അതായത് ദർശനത്തിലൂടെയോ അല്ലെങ്കിൽ നേരിട്ട് എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചു. അച്ചായൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ട് പറഞ്ഞു, നീ പൂർണ്ണമായ ശബത്ത് അനുഷ്ഠിക്കണം, അതായത് വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അങ്ങനെ 30 വർഷമായിട്ട് ഈ ലൂയിസ് അച്ചായൻ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെ വെള്ളം പോലും കുടിക്കാതെ, ഒരു ശബത്ത് പോലും ലംഘിക്കാതെ, ഇത്രയും വർഷത്തിൽ ശബത്തിൽ എവിടെയാ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ ആരാധിക്കും. വീട്ടിൽ തന്നെ, പള്ളിയിലൊന്നുമില്ല, അല്ലാതെ യഹൂദന്മാരുടെ സിനഗോഗുകളിലല്ല. എവിടെയായിരുന്നാലും 2-3 വിശുദ്ധന്മാർ എവിടെ ഇരുന്ന് ഈ ശബത്തില് പള്ളിയിൽ അവര് അപ്പോസ്തലന്മാർ പോയിക്കൊണ്ടിരുന്ന യഹൂദന്മാരുടെ സിനഗോഗുകളിലല്ലേ? അതുപോലത്തെ കെട്ടിടത്തിൽ തന്നെ ആരാധിക്കണമെന്നുണ്ടോ? അവരിരുന്ന കെട്ടിടം അല്ല, ചാനലിൽ പറഞ്ഞത് അപ്പോസ്തലന്മാര് പത്രോസും പൗലോസും ഒക്കെ ശബത്തിൽ പോയി. അവര് സിനഗോഗുകളിലല്ലേ പോയത്? അതെ, അന്ന് സിനഗോഗ് അവർ പണിതിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് സിനഗോഗ് ഉണ്ടോ നിങ്ങൾക്ക്? സിനഗോഗല്ല, ഏത് ബിൽഡിങ്ങിലിരുന്ന് ആരാധിച്ചാലും അത് ആലയമാണ്. അല്ല, അച്ചായൻ എന്നോട് പറഞ്ഞത് അപ്പോൾ പത്രോസും പൗലോസും ഒക്കെ സിനഗോഗുകളിലാണ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? അതെ. അപ്പൊ അവര് പോയ മാതൃകയാണ് നിങ്ങൾ പിന്തുടരുന്നതെങ്കിൽ സിനഗോഗുകളിലല്ലേ പോകണ്ടേ? അപ്പോൾ സിനഗോഗ് പോയില്ലെങ്കിൽ ആരാധനയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാനല്ല, അച്ചായനാ പറഞ്ഞത്. അതല്ല, ഇത് എന്നെ ചോദിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കരുത്. അല്ല, ഞാൻ അച്ചായനോട് ചോദിച്ചത്, അച്ചായൻ പറയുന്ന ആശയത്തിലേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസും പത്രോസും ഒക്കെ ശബത്ത് ദിവസങ്ങളിൽ സിനഗോഗിൽ പോയി. അപ്പം ആ മാതൃകയാക്കിയാണ് ഇവർ നമ്മുടെ ശബത്തുകാർ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ ന്യായമായ ചോദ്യം, അങ്ങനെയാണെങ്കിൽ സിനഗോഗിലല്ലേ പോകണ്ടേ? അങ്ങനെ അച്ചായൻ പറഞ്ഞു സിനഗോഗിൻ്റെ ആവശ്യമില്ല. 2-3 പേർ എവിടെ ഇരുന്നാലും ശബത്ത് ആരാധിച്ചാലും ദൈവ ആരാധന കഴിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാൽ അത് ശബത്തിൽ കൂടി വരണമെന്നാണോ പറഞ്ഞത്? ശബത്തിൽ കൂടി വരുന്നവരോടാ പറഞ്ഞതെന്ന്, സൺഡേ ആരാധിക്കുന്നവരോടല്ല പറഞ്ഞത്. ശബത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചവരോടാ പറഞ്ഞത്. അപ്പോൾ ശബത്ത് ദിവസം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സിനഗോഗുകളിലാണോ പോയിരുന്ന് പ്രാർത്ഥിച്ചത്, അതോ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണോ ചെയ്തേ? എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാതെ 7-ാം ദിവസം ആരാധിക്കണമെന്നേ ഉള്ളൂ, പ്രാർത്ഥിക്കണമെന്നേ ഉള്ളൂ. പ്രാർത്ഥനയും ആരാധന എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടാ. ഏത് സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും, അതല്ല ആരാധന. പ്രാർത്ഥനയും ആരാധനയും രണ്ടും രണ്ടാ. ആരാധന എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ ശബത്ത് ദിവസം ആരാധിക്കുക. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് സമയത്തും പ്രാർത്ഥിക്കാം. കാരണം നമ്മളിപ്പോൾ റോഡിലോട്ട് പോയി ഒരു ആപത്തും കൂടാതെ പിന്നെ പറയരുത് അപ്പോസ്തലന്മാരെ കാണിച്ചു തന്ന മാതൃകയിലാണ് ഞങ്ങൾ ശബത്ത് ആചരിക്കുന്നതെന്ന് പറയരുത്. അതെന്താ അങ്ങനെ പറഞ്ഞ? കാരണം അങ്ങനെയാണ് ഈ സിനഗോഗിൽ പോകണം. സിനഗോഗ് പേരെഴുതി വെച്ചിരിക്കുന്ന ഘട്ടത്തിലായിരിക്കണം അല്ലേ? അല്ല, സിനഗോഗിൽ തന്നെ പോകണം, യഹൂദന്മാരുടെ ആരാധനാലയത്തിൽ തന്നെ പോകണം, അല്ലെങ്കിൽ അവിടെ പോകണം എന്നാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ ഇതുപോലുള്ള വിശ്വാസം പ്രചരിപ്പിക്കുന്നതുകൊണ്ട് എന്താണ് ഒരു പ്രയോജനം? ദൈവരാജ്യത്തിൽ പോകണം, ദൈവരാജ്യത്തിൽ പോകണം. അതുകൊണ്ടാണ് പറഞ്ഞത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പീൻ എന്ന് പൗലോസ് പറയാൻ കാരണം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം. ആ തീയിൽ നിന്ന് പാസ്റ്ററെ, ഞങ്ങൾ ഈ അച്ചായനും ഞാനും സംസാരിച്ചത്, അച്ചായൻ പറയുന്നത് അപ്പോസ്തലന്മാരും അതായത് പത്രോസും പൗലോസും ഒക്കെ ശബത്തിൽ പോയി ആരാധിച്ചു. അപ്പോൾ അതിൻ്റെ മാതൃകയിലാണ് ഇവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അച്ചായനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സിനഗോഗ് ഉണ്ടോ അച്ചായന്? സിനഗോഗിൽ വേണ്ടേ പോകാൻ? അവർ സിനഗോഗിലല്ലേ പോകേണ്ടത്. അപ്പോൾ സിനഗോഗിൽ പോയി ആരാധിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ അച്ചായൻ പറഞ്ഞു, അത് വേണ്ട, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. അപ്പം ഞാൻ അച്ചായനോട് ചോദിച്ചാൽ, അത് ഞായറാഴ്ച അല്ല ശബത്ത് ദിവസങ്ങളിലാണോ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നതെന്ന് കർത്താവ് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അച്ചായൻ അതിനൊരു മറുപടി പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സിനഗോഗിൽ തന്നെ ഇരുന്ന് ആരാധിക്കണമെന്നില്ല. മനസ്സിലായില്ലേ? നമ്മളൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തണലിൽ നിന്ന് ശബത്ത് ദിവസത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ദൈവം. ഞാൻ പറഞ്ഞ അപ്പോസ്തലന്മാരൊന്നും സിനഗോഗിൽ ശബത്തിൽ പള്ളിയിൽ പോയെന്ന് പറയുമ്പോൾ അവർ മരത്തിൻ്റെ ചോട്ടിൽ പോയായിരിക്കും അല്ലേ? അല്ലെന്നേ, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് നാം 2-3 പേർ കൂടുന്നിടത്ത് യേശുക്രിസ്തു വരും, സാന്നിധ്യം ഉണ്ടാവും. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഈ ശബത്തിലെ ഉപദേശം പ്രചരിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു പ്രയോജനം? ശബത്തിലെ ഉപദേശം പ്രചരിപ്പിക്കുന്നത് കൊണ്ട് എൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ,
എനിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, ഈ വചനം കേൾക്കുന്നവരും ദൈവരാജ്യത്തിൽ പോകണം. അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞിരിക്കുന്നത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പി എന്ന് ശബത്ത് പറഞ്ഞത്. പ്രമാണിക്കുന്ന നിങ്ങളുടെ സഭയിൽ അച്ചായം മാത്രമേ ഉള്ളൂ, വേറെ ആരും ശബത്ത് പ്രമാണിക്കുന്നില്ല. ആര് പറഞ്ഞു? കാരണം ആര് പറഞ്ഞു? അല്ല, അവര് വെള്ളം കുടിക്കാതിരിക്കുന്നില്ല, ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല. വെള്ളം കുടിച്ചാലും ഭക്ഷണം കഴിച്ചാലും അവർ ശബ്ദോത്സവത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഇരിക്കുമ്പോൾ അത് ഉപവസിച്ചില്ലെങ്കിലും. അല്ല, അച്ചായൻ തന്നെ വായിച്ച വേദഭാഗത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ശബത്ത് ദിവസത്തിൽ നിന്റെ കാൽ അടക്കി വെച്ച സ്വസ്ഥ നീ നിന്റെ വീട്ടിലിരിക്കണം, വേറെ ഒരു ജോലിയും ചെയ്യരുത്, ആട് മാട് മൃഗ സമ്പത്തൊന്നും, മൃഗത്തിന് പോലും ഭക്ഷണം കൊടുക്കാം. അത് ഞാൻ പറഞ്ഞില്ലേ, പഴയ നിയമ കാലത്ത് ദൈവം അവരോട് അങ്ങനെ കൽപ്പിച്ചു. നിങ്ങൾ അന്ന് ഒരു വേലയും ചെയ്യരുതെന്നുള്ള ഒരു അർത്ഥത്തിലാണ് ദൈവം അങ്ങനെ കൽപ്പിച്ചത്. അപ്പോൾ ആ വേല അതുപോലെ തന്നെ ഇന്ന് ആരാധിക്കുമ്പോൾ ഈ 7-ാം ദിവസം ആരാധിക്കുമ്പോൾ ബാക്കിയുള്ള 6 ദിവസം നമ്മൾ അധ്വാനിക്കണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ദൈവം ആ ശബത്തിൻ്റെ കൽപ്പനകൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയോ? കാരണം നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിച്ചു, നിങ്ങളുടെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഞായറാഴ്ച ശനിയാഴ്ച പോയി ആരാധിച്ചാൽ മതി എന്നുള്ളൊരു നിയമമായിട്ട് ചുരുക്കിയോ? ഞാൻ ചോദിക്കട്ടെ, ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യവും വെള്ളം കൊടുക്കുന്ന കാര്യവും ശബത്തിൽ ഇത് പാടില്ലല്ലോ. ഈ എന്തോ ഈ പറയുന്നത്? അങ്ങനെയല്ലേ വേദോസ്തലത്തിൽ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോ. ഈ അപ്പോസ്തലന്മാർ ശബത്തിൽ സിനഗോഗിൽ പോയി, അവരെന്തിനാ പോയത്? ബൈബിളിൽ അവരെന്തിനാണ് പോയെന്നാണ് ബൈബിൾ എന്തോന്ന് പറയുന്നത്? ദൈവം ശബത്ത് ദിവസത്തിൽ എന്ത് ചെയ്യണമെന്നാ അവരോട് കൽപ്പിച്ചിരിക്കുന്നത്. അല്ല, എൻ്റെ ചോദ്യം അതല്ല. പിന്നെ ഞാൻ ചോദിച്ചത്, ഇപ്പൊ നമ്മൾ പുതിയ നിയമത്തിൽ നിന്നുള്ള എടുത്തത്. അതെ, ഈ പൗലോസ് പലപ്പോഴും ശബത്തിൽ സിനഗോഗിൽ പോയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്തത്? താൻ ചെയ്തത് എന്താണെന്നാണ് എൻ്റെ ചോദ്യം. എന്ത് ചെയ്തതെന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ അവരുടെ കൂടെ ഇല്ലായിരുന്നു. അതൊന്നുമല്ല മറുപടി. ഇത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്താ മറുപടി? നമ്മുടെ ലൂയിസ് അച്ചായൻ ആകെപ്പാടെ കൺഫ്യൂഷനായി. ഇല്ല, ഒരു കൺഫ്യൂഷനും ആവത്തില്ല. അന്ന് കൂടെ ഉള്ളവരോട് ചോദിച്ച പോലെ എന്നോട് ചോദിക്കുക, ഞാൻ അന്നില്ലായിരുന്നു. അതിപ്പോ നമ്മുടെ ഒറ്റ മറുപടി, നമ്മുടെ ഇസ്രായേലിന് കൊടുത്തൊരു പ്രമാണമാ, അത് അവർ ചെയ്തോളൂ, നമ്മൾ എന്തിനാ പറയാറ്? കാരണം ഇന്ന് നിങ്ങൾക്ക് പ്രമാണം ഇല്ലേ? എബ്രായർക്കെഴുതിയ ലേഖനം 8:10 പറയുന്നത്, ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനവുമായിരിക്കും. ദൈവം കൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രമാണം ഇല്ല. അറിയത്തില്ലെന്നങ്ങ് പറയാ. മറുപടി പറ. എന്തിനാണ് ഇവർ സിനഗോഗിൽ പോയത്? സിനഗോഗിൽ പോയിട്ട് ഇവർ എന്താണ് ചെയ്തതെന്ന് പറയുക. അവിടെയാണ് ആരാധനയാണോ നടന്നത്? ഒരു സംവാദമാണോ നടന്നത്? എന്റെ ബൈബിളിൽ ശബത്ത് ദിവസത്തിൽ സംവാദം നടത്തുന്നത്. എൻ്റെ സഹോദര, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ യഹൂദന്മാരും ഉണ്ടായിരുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത യഹൂദന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതായ യഹൂദന്മാരും ഇല്ലാത്തവരും ഇരിക്കുന്നതായ സമയത്ത് അവർ ചെന്ന് സംസാരിക്കുന്നത് എന്താണെന്നറിയാം? നിങ്ങൾ കൊന്നതായ മശിഹ തന്നെ നിങ്ങൾ കൊന്നതായ മശിഹ തന്നെ യഥാർത്ഥ യേശു, അവനെ നിങ്ങൾ വിശ്വസിക്കണം. കാരണം അവരെല്ലാവരും യേശു ക്രിസ്തു വരുമെന്ന് നോക്കി പാർത്തിട്ടിരുന്ന ഈ യഹൂദന്മാരും പരീശന്മാരും. അത് പറയാനാണോ പൗലോസും പത്രോസും പോയെന്നാ ചോദിച്ചത്? ഏതെ? അപ്പൊ 2 വാക്ക് പറഞ്ഞിട്ട് പോയെന്നാണോ പറയുന്നത്? അല്ല, അത് ആ യേശു ക്രിസ്തു മശിഹയാണ് എന്ന് പറയാൻ അവരെ പഠിപ്പിക്കാനാണോ പോയെന്നാ പാസ്റ്റർ ചോദിച്ചത്. അവിടെ എന്തുകൊണ്ട് അന്ന് പോയതുണ്ട്. അതിന്റെ കാരണം എന്താ? അന്ന് പോയതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർ 6 ദിവസം വേലയ്ക്ക് പോകും. ഇവരുടെ പണിസ്ഥലത്ത് ഇവർ പറയാൻ നടക്കാൻ പറ്റത്തില്ല. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കിട്ടുന്ന ഒരു സമയമാണ്. അത് ആര് കൽപ്പിച്ചു? അവിടെ ആര് കൽപ്പിച്ചു? അവിടെ ആര് കൽപ്പിച്ചു? അവർ ചെയ്യുന്ന അങ്ങനെയല്ല പറയണ്ടേ. ഇത് ആര് കൽപ്പിച്ചിട്ടാണ് വരുന്നത്? അത് യഹൂദന് മാത്രം കൊടുത്ത ഒരു കൽപ്പനയാണ്. യഹൂദന് മാത്രം കൊടുത്ത കൽപ്പനയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ കൽപ്പന എടുക്കുന്നത്? ഈ വചനങ്ങൾ നിങ്ങൾ എന്തിനാ? എനിക്ക് ഒരു സംശയം. ഉൽപ്പത്തി പുസ്തകത്തിൽ വരുമ്പോൾ ഷേത്തിന്റെ കാലത്താണ് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങുന്നത്, ആണോ? എന്തിനാ ഇതൊക്കെ പഴയ നിയമകാലത്ത് ആരാധന തുടങ്ങുന്ന കാര്യം പറയുന്നത്? പുതിയ നിയമകാലത്ത് യേശു ക്രിസ്തുവും ദൈവവും കൽപ്പിച്ചിരിക്കുന്ന ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ അതൊന്നും ആവശ്യമില്ല. അതൊന്നും ആവശ്യമില്ല. സേത്തിന്റെ കാലം യേശു ക്രിസ്തുവിന് പകരം സേത്താണ് നമുക്ക് കാൽവരി യാഗമായി അത് ചോദിക്കാൻ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു, അത് ചോദിക്കും. വെറുതെ ആ ചോദ്യം നിങ്ങൾ എന്തിനെടുക്കുന്നത് എന്നോട് ചോദിച്ചു. പിന്നെ നിങ്ങൾ എന്തിനാ ഈ പുസ്തകം എടുത്തത്? നിങ്ങൾ എന്തിനാ ഇതെടുക്കുന്നതെന്ന്? ശബത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ച് സഭയ്ക്ക് എഴുതി കൊടുത്തിരിക്കുന്ന നിങ്ങൾ എന്തിനൊക്കെ എടുത്ത് സംസാരിക്കുന്നേ? ഞാൻ പറയാം. അതായത് ഹാബേലിന് പകരം ഏനോശിന് പകരം ഏനോശിന്റെ സന്തതിയാണ് ഷേത്ത്. ഷേത്തിന്റെ കാലത്താണ് യഹോവയുടെ നാമത്തിൽ
ആരാധന തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ആദാം അബ്രഹാമും ആരാധിച്ചു ഒന്നുണ്ട്. അത് അബ്രഹാമിന് ശേഷം വരുന്നതല്ലേ. ആദാം കഴിഞ്ഞ് ആബേലാണ് ആദ്യം വഴിപാട് അർപ്പിക്കാൻ പോകുന്നത്. അത് ആരാധന നടന്ന വഴിപാടെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ രീതി എന്താണോ എന്തോ ആകട്ടെ, വഴിപാട് അർപ്പിക്കാൻ. ചോദിക്കുന്നവർക്ക് അതിനുശേഷം സംഭവം കേട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും ഹവ്വ പ്രസവിച്ചൊരു മകനെ പ്രസവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത മകനെ പ്രസവിക്കുന്നത്. ആ മകൻ നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന ഒരു പക്വതയിൽ എത്തിയതിനു ശേഷമാണ് ആരാധന തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആദാം മുതൽ ഇതുവരെ ഈ ഹാബേൽ അർപ്പിച്ച വഴിപാടിനുള്ളിൽ, ആ വഴിപാടല്ലാതെ ഏതെങ്കിലും ആരാധന നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ദിവസമാണ് നടന്നത്? ഈ സേത്തിനെയും ഈ എവരെയൊക്കെയാണ് താല്പര്യം. യേശു ക്രിസ്തുവിന് ഒരു താല്പര്യമില്ല. കാരണം എതിർ ക്രിസ്തു എൻ്റെ സഹോദര മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ആരാധിക്കുവാനുള്ള ദിവസത്തെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ. അതാകട്ടെ. അപ്പോ അത് ഏത് ദിവസം ആരാധിച്ചെന്നാ ചോദിച്ചത്? ആ ദിവസത്തെ ആരാധിച്ച കാര്യം ഞാൻ അറിയണ്ട. എനിക്ക് യേശു ക്രിസ്തുവിനെ നോക്കിയാൽ മതി. യേശുക്രിസ്തു പറഞ്ഞ ശബ്ദത്തിൽ ആരാധിക്കാൻ. പിന്നെ യേശു ക്രിസ്തു ശബ്ദ ദിവസം പള്ളി പോയ എന്തിനാ? അത് പോട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തിനാ പോയെന്ന് പറയാം. എന്തിനാ പോയത്? ആരാധിക്കാൻ പറഞ്ഞോ? എന്തിനാ യേശു ക്രിസ്തു ശബ്ദതോറും പള്ളിയിൽ പോയിരിക്കുന്നത്? പള്ളിയിൽ പോയിട്ട് അവരെ അടിച്ച് പുറത്താക്കാൻ. ഓഹോ, നിങ്ങളടുത്ത് തടി തന്നിട്ട് പോയാ? യേശു ക്രിസ്തു അടിച്ച് പുറത്താക്കുന്ന തടി തന്നിട്ട് പോയാ? ഈ അച്ചായം പറഞ്ഞു, നിങ്ങൾ കൊടുത്ത തടി. ഈ അച്ചായം പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ 10 കൽപ്പന അത് ഇവിടെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. എന്നാൽ പരീക്ഷപക്ഷത്തു നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിക്കാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിഷയമാണ്. അപ്പം ഞാൻ ഈ അച്ചായനെ വായിച്ച് ഏൽപ്പിച്ചപ്പോൾ അച്ചായൻ പറയുകയാണ്, മോശയ്ക്ക് കൊടുത്ത കൽപ്പനയല്ല എന്ത് ആരാധന. മോശയ്ക്ക് കൊടുത്ത കൽപ്പനയല്ല, മോശയ്ക്ക് എഴുതി കൊടുത്തതായ പ്രമാണത്തിൽ ഉള്ളതല്ല. മോശയെ കൊണ്ട് എഴുതിപ്പിച്ച ഒരു പ്രമാണമുണ്ട്. പറഞ്ഞു തരാം. ദൈവത്തിന്റെ കൈകൊണ്ട് എഴുതിയതായ ദൈവത്തിന്റെ കൽപ്പനയിലാണ് ശബത ദിവസം ആരാധിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. മോശയുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ മോശയെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ച പ്രമാണമാണ്. ആ പ്രമാണം മോശ കൊണ്ട് എഴുതിച്ചതായ പ്രമാണം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ പാപം ചെയ്തു പോയാൽ ആ പാപത്തിനനുസരിച്ച് ഒരു കുഞ്ഞാടിനെ യാഗം കഴിച്ചിട്ട് ശബത ദിവസത്തിൽ ദൈവത്തെ കൽപ്പന ആർക്കാ ദൈവം എഴുതി കൊടുത്തത്? ഈ 10 കൽപ്പന അന്നുണ്ടത് ഇസ്രായേൽ ജനത്തിലാണ്. അന്ന് ഇസ്രായേൽ ജനത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. മോശയുടെ കയ്യിൽ എഴുതി കൊടുത്തു. മോശയുടെ കയ്യിൽ ദൈവം എഴുതി കൊടുത്തു. മോശയെ കൊണ്ട് എഴുതിച്ച പ്രമാണമുണ്ട്, ദൈവം എഴുതിയ പ്രമാണമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പ്രമാണമാണ് ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും. മോശ എഴുതിയ പ്രമാണം ദൈവത്തിൻ്റെ പ്രമാണമാണോ? മോശെ ദൈവം പറഞ്ഞു കൊടുത്ത് എഴുതിയതാ, മറ്റേത് ദൈവത്തിൻ്റെ കൈ കൊണ്ട് എഴുതിയതാ. രണ്ടും വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് വെച്ചാൽ മോശയെ കൊണ്ട് എഴുതിപ്പിച്ചതായ പ്രമാണം താൽക്കാലികമായിട്ടുള്ള പ്രമാണം. അത് യേശുവിൻ്റെ കാലോറിയിലെ യാഗത്തോടുകൂടെ മാറ്റപ്പെടുന്നു ആ പ്രമാണം. എന്നാൽ ദൈവത്തിൻ്റെ 10 കൽപ്പനയായ ന്യായപ്രമാണം ആകാശവും ഭൂമിയും മാറിയാലും മാറത്തില്ല എന്ന് യേശു ക്രിസ്തു പറയുന്നു. ആ പ്രമാണമാണ് ഇന്ന് മനുഷ്യനെ അനുസരിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തുവിനോട് ഒരു ന്യായശാസ്ത്രി ചോദിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വാക്യത്തിൽ യേശു ക്രിസ്തുവിനോട് ഒരു ന്യായശാസ്ത്രി ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു പറഞ്ഞു, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ അതിൽ വായിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടുകൂടെ സ്നേഹിക്കുകയെന്നും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയെന്നും തന്നെ. ഇത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം ശരി, നീ അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും. എവിടെ ജീവിക്കുന്ന ആര്യമാ? ഈ സ്ഥലത്തിൻ്റെ പേരെന്തോ? ഈ സ്ഥലത്തിൻ്റെ പേര് വാളറ. ഈ വാളറ ജീവിക്കുന്ന ആര്യാണോ പറഞ്ഞത്? അല്ല, നിത്യതയിൽ നിത്യമായിട്ട് കർത്താവിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ പറഞ്ഞു തരാം. ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഈ അച്ചായന്റെ സഭയിൽ അച്ചായൻ മാത്രമേ ഞാൻ മാത്രമല്ല വേറെ ആൾക്കാരുണ്ട്. ഭക്ഷണം കഴിക്കാതെ
ഉപവസിക്കാനായിട്ട് അതായത് ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെ ഇരിക്കുന്നത് ഈ അച്ചായം മാത്രമേ ഉള്ളൂ. അത് അച്ചായനോട് അത് അച്ചായനോട് പരിശുദ്ധാത്മാവ് നേരിട്ട് പറഞ്ഞതിന്റെ പരിണിത ഫലമായാണ് അച്ചായൻ അത് ചെയ്യുന്നത് അല്ലേ? എങ്ങനെ? മത്തായി 19 നോക്കിക്കേ. എൻ്റെ കൂടെ ആരാധിക്കുന്ന വേറെയും സഹോദരങ്ങളുണ്ട് കേട്ടോ. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, നിത്യജീവന് അവകാശമായി തീരുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. അവനോട്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ അതിൽ വായിക്കുന്നു എന്ന് ചോദിച്ചതിന്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടുകൂടെ സ്നേഹിക്കുമെന്നും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുമെന്നും തന്നെ. ഇത് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീ പറഞ്ഞ ഉത്തരം ശരി, നീ അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ 10 കൽപ്പനയിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ കുറിക്കുന്ന പ്രമാണവും മനുഷ്യനെ സ്നേഹിക്കുന്ന പ്രമാണമാണ് ഈ 10 കൽപ്പന. അപ്പോൾ ഒന്നാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണമെന്ന് പറയുന്ന കൽപ്പന ഈ 10 കൽപ്പനയിൽ 4 കൽപ്പന അടങ്ങുന്നതാണ്. 1, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. 2, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. 3, യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. 4, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. ഈ 4 കൽപ്പനയും കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടുകൂടെ സ്നേഹിക്കണം. ബാക്കി 6 കൽപ്പന നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ 10 കൽപ്പന പൂർണ്ണമായിട്ടും ഒരു ശബത്ത് ദിവസം പോലും ലംഘിക്കാതെ ദൈവത്തെ ആരാധിക്കുന്നവരിൽ നിന്ന് ഒരു ശേഷിപ്പിനെ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ശേഷിപ്പിനെ വിളിക്കാനാണ് യേശു ക്രിസ്തു വേണ്ടി വരുന്നത്. അത് ഏത് ഞാൻ പറഞ്ഞു തരാന്നേ, ഞാൻ പറയുന്നത് ഞാൻ മാത്രമെന്ന് ഞാൻ പറഞ്ഞു. സാറേ ഒരു സംശയം ചോദിക്കട്ടെ? പറഞ്ഞെന്നാ ചോദിക്കുന്നത്, ഈ 10 കൽപ്പന കൊടുക്കുമ്പോൾ അതിനകത്ത് ശബത്തിൽ ആരാധിക്കണമെന്നുള്ളൊരു വാക്ക് എഴുതിയിട്ടുണ്ടോ? അതോ ശബത്തിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക? ഇതെന്താ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, 10 കൽപ്പന പറഞ്ഞിട്ട് മിസ്രൈമിൽ നിന്ന് ജനത്തെ വിടിയിപ്പിക്കുന്ന സമയത്ത് മോശയോട് എന്താ പറഞ്ഞയച്ചത്? എന്താ പറഞ്ഞ? എന്നെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കുക. അവരെന്നാ ആരാധിച്ച? അവരാരാധിച്ച അങ്ങ് വിടുന്നേ. അവരെ ചോദ്യം ചെയ്തിട്ടാണ് നിങ്ങൾ ആരാധിക്കാൻ പോകുന്നത്. ചുമ്മാ ആവശ്യമില്ലാത്ത ദൈവം കൽപ്പിച്ച ദിവസത്തിൽ അവർ ആരാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കനാൻ ദേശത്ത് വരാൻ ദൈവം അനുവദിക്കാത്ത. അന്ന് പറഞ്ഞുതരാം, 6 ലക്ഷത്തിൽ ചില്ലുവാനും ജനത്തെ കൊണ്ടുവന്നപ്പോൾ ഈ അതിൽ നിന്ന് 2 പേരെ മാത്രമല്ലേ ദൈവം തിരഞ്ഞെടുത്തു. അത് സമയത്ത് അങ്ങനെയാണെങ്കിൽ അവർ ശബത്ത് ദിവസം ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് അവരെ കനാൻ നാട്ടിൽ കയറ്റിയില്ല. വാക്യത്തിൽ അങ്ങനെ പറയുന്നേ പറഞ്ഞുതരാം. യഗസ്കേൽ 20:15-16 പറയുന്നത്, അവരുടെ ഹൃദയം അവരുടെ വിഗ്രഹങ്ങളോട് ചേർന്നിരുന്നത് കൊണ്ട് അവർ എൻ്റെ വിധികളെ ധിക്കരിച്ചു, എൻ്റെ ചട്ടങ്ങളിൽ നടക്കാതെ എൻ്റെ ശബത്തുകളെ അശുദ്ധമാക്കിയിരിക്കയാൽ ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമേറിയതായ ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവരികയില്ല, സത്യം എന്ന് യഹോവ മരുഭൂമിയിൽ വെച്ച് കൈയുയർത്തി സത്യം ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് വല്ല പറയണ്ടോ? പിശാച് എന്തായിരിക്കും അന്ന് പറഞ്ഞത്? ഒന്ന് പറഞ്ഞാൽ ശബത്തിനെ അശുദ്ധമാക്കിയത് എങ്ങനെയാണെന്ന് വിവരിക്കാമോ? ഞാൻ അന്നില്ലായിരുന്നേ. ഇതാണ് എന്താ സഹോദര ചോദിക്കുന്നത്? ശബത്തിനെ അശുദ്ധമാക്കിയെന്ന് പറഞ്ഞാൽ ദൈവം അന്ന് അവരോട് കൽപ്പിച്ചു കാണും, അന്ന് നിങ്ങൾ ഒരു വേലയ്ക്ക് പോകരുത്. 40 വർഷം വരെ അവരെ തടസ്സിച്ച ദൈവമാണ്. എന്ത് വേലയ്ക്ക് പോകാനാ? എന്നാ ദൈവം അവർ ശബത്ത് ലംഘിക്കുന്ന രീതിയിൽ അവരെന്തോ ചെയ്തു ദൈവം കണ്ടോണ്ടിരിക്കുക. ഇതേ ചോദ്യം അദ്ദേഹത്തോട് ഞങ്ങൾ രണ്ടുപേരും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മധ്യത്തിൽ ഒരാൾ എന്ന നിലയിൽ ഞാൻ ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കുക. ന്യായമായിട്ട് ചോദിച്ചോ? ഫറവോന്റെ മുമ്പിൽ ചെന്ന് മോശ പറയുന്നത്, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ഈ പ്രമാണം അനുസരിച്ച് അപ്പോഴും 10 കൽപ്പന കിട്ടിയിട്ടില്ല, അത് വേറെ സത്യം, അതിൽ കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ 10 കൽപ്പന കൊടുത്തില്ലെങ്കിൽ തന്നെയും ആ 10 കൽപ്പനയുള്ള വചനം വെച്ചാൽ ദൈവം സംസാരിക്കുന്ന മോശം ഞാൻ പറഞ്ഞു വരുന്നേ, അത് വെച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവർ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞു, നിങ്ങൾ ദൂരെ എങ്ങും പോകാണ്ട് ഇവിടെ നിന്ന് ആരാധിച്ചോളാം പറഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ 3 ദിവസത്തെ വഴി നടന്നിട്ട് വേണം ആരാധിക്കാൻ. ഇവരവിടുന്ന് പുറപ്പെട്ട ദിവസം പെസഹയുടെ ദിവസമാണ്. പെസഹയുടെ ദിവസമാണ് ആണോ? ആ ദിവസം ആ രാത്രി വലുതായിരുന്നു, അന്നാണ് അറക്കുന്നത്. പെസഹ ഏത് ദിവസം ആകാനാ സാധ്യത? മറുപടി ഇല്ലാത്തോണ്ട് പറയുന്നതല്ല.
ഇനി നിങ്ങൾ ചുമ്മാ വെറുതെ സമയം കളയാനായിട്ട് അന്നത്തെ കാര്യങ്ങൾ പറയുന്നതാ. അച്ചായ ഞാനൊരു പുതിയ നിയമത്തിലെ കാര്യങ്ങൾ പറയാൻ ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അച്ചായൻ ഇത്രയും ദൂരെ ആശയം തീർന്നില്ല, അത് തീരട്ടെ. ശ്രോതാക്കൾ കേൾക്കുന്നതാ. അവിടുന്ന് വ്യാഴാഴ്ച പോന്നു, രാത്രിയിലാണ് പോന്നത്. വെള്ളി, ശനി, 3-ാം ദിവസം ഞായറാഴ്ചയാണ് ആരാധിച്ചത്. അവിടെ തന്നെ ആദ്യത്തെ ആരാധന തന്നെ ഇസ്രായേൽ ജനം പ്രമാണം തെറ്റിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്നാ സംഭവിച്ചേ? കനാൻ നാട്ടിൽ കയറ്റിയില്ല. അങ്ങ് മോശ ആരാധിച്ചില്ലല്ലേ? മോശ ആരാധിച്ചില്ല. ഈ യോശുവ കൂടുതലായിരുന്നോ? ഈ കാലം അവിടെ കൂടുതലായിരുന്നോ? എന്റെ പൊന്നു സഹോദര, എന്റെ സഹോദര, നിങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. നിങ്ങൾ അത് പറയാൻ നിങ്ങൾ ഉണ്ടായിരുന്നു. 4 സ്ഥലത്ത് പറയുന്നു പുറകുറുപ്പെന്ന്. ഇവിടെ ദൈവം ആ പുറകുറുപ്പാണ് ഇവിടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താ ഈ പറയുന്നത്? ദൈവത്തിന്റെ വചനം നിങ്ങൾ ചിന്തിക്കരുത്, അതിനെക്കുറിച്ച് ഗ്രഹിക്കരുത്. അല്ല, അത് പുറകുറുത്തെയും ക്രൂരത്തെയും നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടന്നോ? ദൈവം പറഞ്ഞ വചനം അംഗീകരിച്ചു കൊടുക്കത്തില്ല. അതാ. അതുപോലെ തന്നെ യേശു ക്രിസ്തു ശവത് പള്ളി പോയെങ്കിൽ അതിന് കുഴപ്പമില്ല. അങ്ങ് കിടന്ന മനുഷ്യൻ പോയെന്ന് ആദ്യം നോക്കാൻ. അതെ, അയാളാണ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചത്. പറഞ്ഞിട്ടില്ല കേട്ടോ. സേത്തിന്റെ ആരാധന അല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ ആരാധിക്കാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ ദിവസത്തിൽ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പള്ളിയിൽ പോയോ? അതിന് മറുപടി വേണ്ട. അടുത്തൊരു ചോദ്യം. ചോദിക്കട്ടെ കേൾക്കട്ടെ. ദൈവം 7-ാം ദിവസം, 6 ദിവസം കൊണ്ട് പ്രവർത്തികളെല്ലാം തീർത്തു. 7-ാം ദിവസം ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു. എന്നിട്ട് 10 കൽപ്പന വരുമ്പോൾ പറയുന്നത് നിങ്ങൾ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. ഈ ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യൻ വീണ്ടും ശുദ്ധീകരിക്കാൻ അന്ന് ദൈവത്തിന്റെ ശുദ്ധീകരണം പെർഫെക്ഷൻ അല്ലായിരുന്നോ? എൻ്റെ സഹോദരൻ, അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? ദൈവം ശുദ്ധീകരിച്ചതായ ദിവസത്തിൽ നാം അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ശുദ്ധീകരണം പ്രാപിക്കുന്നു. അല്ലെന്ന്, ദൈവം ശുദ്ധീകരിച്ചതായ ദിവസത്തിൽ നമ്മൾ ആരാധിച്ചില്ല എങ്കിൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്നില്ല. ദൈവം ഞാൻ തരാം മറുപടി. വേണ്ട, നിങ്ങൾ തരേണ്ട മറുപടി. ദൈവം ശുദ്ധീകരിച്ചതായ ദിവസത്തിൽ നാം ആരാധിക്കുമ്പോൾ നാം ശുദ്ധീകരണം പ്രാപിക്കുന്നവരായിത്തീരുന്നു. അതാ ശുദ്ധീകരണം. അതായത് അറിയത്തില്ലേ, പഠിക്കാലോ. എന്താ ദൈവത്തെ ആരാധിക്കാത്ത ഒരു മനുഷ്യന്റെ വാക്ക് നമ്മൾ എനിക്കറിയത്തില്ല, പഠിക്കാലോ എന്ന് പറഞ്ഞു. അതായത് അവരോട് പറഞ്ഞിരിക്കുന്നത് അന്ന് നിങ്ങൾക്ക് ഡേ ഓഫ് റെസ്റ്റ്, അത് വിശ്രമത്തിന്റെ ദിവസമാണ്. യാതൊരു വേലയും ചെയ്യരുത്. കർക്കശമായി പറയുന്നത് യാതൊരു വേലയും ചെയ്യരുത്. ആരാധിക്കുന്നു പറഞ്ഞിട്ടില്ല. ആരാധിക്കുന്നു ആകപ്പാടെ പറയുന്നത് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിലല്ലാതെ ശബത്തിൽ ആരാധിക്കുക. അന്ന് ആരാധന എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അന്ന് സഭായോഗം എന്ന് പറഞ്ഞു. സഭായോഗം കൂടേണ്ട ദിവസമാണ് 7-ാം ദിവസം. സഭായോഗം എന്താണെന്ന് ആ ദിവസത്തിലാണ് യേശു പള്ളിയിൽ പോയിരിക്കുന്ന അപ്പോസ്തലന്മാരെല്ലാവരും പള്ളിയിൽ പോയിരിക്കുന്ന സഭായോഗം കൂടേണ്ടുന്നതായ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ദിവസത്തിലാണ് കൂടിയിരിക്കുന്നത്. ഈ മോശ ഇസ്രായേൽ ജനം ഇത് അംഗീകരിക്കുമോ? ഈ പുള്ളിക്കാരൻ അംഗീകരിക്കത്തുമില്ല. ഈ പുള്ളി വചനം സംസാരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിപ്പാനായിട്ട് അവരെല്ലാവരും കൂടിയില്ലേ? എന്നിട്ട് മോശയെ കൊണ്ട് തന്നെ തീർക്കാതെ വന്നപ്പോൾ അമ്മായിയപ്പനെ കൂട്ടി വിളിച്ചല്ലോ ന്യായം പരിഹരിക്കാൻ. അതിനും ഇതേ പദം തന്നെ പറയുന്നത്, ഈ കൂട്ടം തന്നെ പറയുന്നത്. അവിടെ ആരാധന എന്താ കൂട്ടം? എന്താ കൂട്ടം വായിച്ചിട്ടില്ലേ? വിശുദ്ധ സഭായോഗം കൂടുന്നത് എന്താ കൂട്ടം? ഒരു അസംബ്ലി, ഒരു കൂട്ടായ്മ അവിടെ നടന്നത്. നമുക്ക് മലയാളത്തിലല്ലേ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മലയാളത്തിലല്ലേ വിശുദ്ധ സഭായോഗം കൂടാണെന്ന് പറഞ്ഞ എന്താ എന്റെ ഉദ്ദേശം? നിങ്ങൾ അച്ചായനൊരു പണി, ഈ ശബത്ത് ഈ ഇതൊക്കെ ഈ ഉപദേശമൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് സത്യമില്ലാത്ത നിങ്ങളെയാണോ ഈ പറയുന്നത്? സത്യത്തിൽ നിൽക്കാത്ത നിങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾ ഉത്തരങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങൾ അത് പൊതുവെ മനുഷ്യനെ കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ അങ്ങനെ പറയുന്നതാ. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ വചനത്തിൽ, സത്യവചനത്തിൽ അപ്പോസ്തലന്മാരെല്ലാവരും ശബത്ത് ദിവസത്തിൽ കൂടി വന്നിരിക്കുന്നതായ ശബത്തുകാർക്ക് ഈ ബൈബിൾ എടുക്കാനുള്ള അവകാശവും. എങ്ങനെ നിങ്ങൾ ന്യായപ്രമാണം എടുത്തോണ്ട് നടക്കണം. ന്യായപ്രമാണമാ ദൈവത്തിന്റെ പ്രമാണം. 10 കൽപ്പന. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നതായ ഭൂമിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാനേ പറ്റത്തില്ലല്ലോ. ദൈവം കൽപ്പിച്ചിരിക്കുന്ന അവിടെ ശബത്ത് ദിവസമാണല്ലോ. പിന്നെ നിങ്ങൾ ഏത് വചനം പോകുമെന്ന് പറയുന്നത്? നിങ്ങൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തിലെ ഒരു മിനിറ്റ് കേൾക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തിലെ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്ന ദിവസങ്ങളുണ്ടോ? എന്റെ ബ്രദറെ, ഈ പുള്ളി ചോദിക്കുന്ന പോലെ ചോദിക്കാം. ഞാൻ പറഞ്ഞുതരാം. വചനം എന്താ പറഞ്ഞിരിക്കുന്നത് അതെ അതിൽ കൂടുതലല്ലാതെ എനിക്ക് പറയാൻ ഞാൻ അവിടെ പോയതുമില്ല. നിങ്ങൾക്ക് പറഞ്ഞുതരാം. യെശയ്യാവിന്റെ പുസ്തകം
66 ഈ സ്വർഗരാജ്യത്തിലെ ശബത്ത് ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസം? ശനിയാഴ്ച ആയിരിക്കുമോ? എൻ്റെ സഹോദരൻ ഇതൊക്കെ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത്. ശനിയാഴ്ച ദിവസം ആയിരിക്കുമോ, അതോ വേറൊരു ദിവസത്തിനാണോ ശനിയാഴ്ച ദിവസം എന്ന് പറയിപ്പിക്കുന്നത്? നമ്മുടെ ഒരു ഞാൻ അറിയാൻ പറ്റേ, രണ്ട് കണക്കാ. നമുക്ക് ബുധനാഴ്ചയല്ലേ അതോ വ്യാഴം? ഇന്ന് വ്യാഴം. നമ്മുടെ ഡെയിലി ഞാൻ സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നത് ദിവസം ഞാൻ വെള്ളി ശനി ഞായർ, അടുത്ത് നമുക്കൊരു 3 ദിവസം ഞാൻ ഞായറാഴ്ച വരികയാണ്, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ശനിയാഴ്ചയാണ്. ഈ ശനി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിടക്കുന്ന കലണ്ടർ, റോമൻ കലണ്ടറിനനുസരിച്ച് ഇന്ന് ശരിയായത്. പക്ഷെ നമ്മുടെ കലണ്ടറും യഹൂദന്മാരുടെ കലണ്ടറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, ദിവസങ്ങളുടെ വ്യത്യാസമുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? ആ വ്യത്യാസം വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവരുടെ കലണ്ടറും പ്രകാരം ഇന്ന് നമ്മളുടെ വ്യാഴാഴ്ച ആകണമെന്നില്ല. അതായത് അവരുടെ കലണ്ടർ പ്രകാരം. അങ്ങനെയെങ്കിൽ ദൈവം സൃഷ്ടിപ്പ് തുടങ്ങിയ 1ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ? അച്ചായൻ പറയട്ടെ, അച്ചായനെ പറയണ്ട, അച്ചായൻ പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ദൈവം ചോദ്യം മനസ്സിലായോ? മനസ്സിലായി. ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം കൊണ്ട് വെച്ച് സൃഷ്ടിപ്പ് കിടക്കുമോ? അല്ല, ഈ ചോദിച്ച ഇടയ്ക്ക് വെച്ച് ഒരു ദിവസം സൃഷ്ടിപ്പ് നടത്തിയിട്ട് ഇത് 1ാം ദിവസമാണ് ദൈവം കൽപ്പിക്കുമോ? എനിക്ക് മനസ്സിലായി. 1ാം ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. ഞാൻ ചോദിക്കട്ടെ, ഈ ഞായറും തിങ്കൾ ചൊവ്വ എന്ന് അത് മനുഷ്യന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അതിൻ്റെ പേരിട്ടേക്കുന്നതാണ്. പക്ഷേ ഒരാഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ. അമേരിക്ക പറഞ്ഞുതരാം, ഒരാഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 8 ദിവസം ഉണ്ടോ? ആരാ നിശ്ചയിച്ചത്? ആരാ നിശ്ചയിച്ചത്? ദൈവമാ നിശ്ചയിച്ചിരിക്കുന്നത്. ആഴ്ചയിൽ 7 ദിവസമുള്ളൂ. ദൈവം അതാ 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച് 7ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നത്. അപ്പോൾ 6 ദിവസം എല്ലാ ദിവസവും ഈ ഞായറാഴ്ചയുടെ 1ാം ദിവസത്തിന്റെ നേരെ ഞായറെന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അത് പേര് മനസ്സിലാക്കുന്നതിന് എന്ന് പറഞ്ഞ് 8 ദിവസം അവിടെ ഇല്ലെന്ന്. ഒരു ആഴ്ചയിൽ 8 ദിവസം ഒരു രാജ്യത്തും ഇല്ല. നിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ മിസ്രൈമിൽ ഇത് പിന്നെ ഇസ്രായേലിലും അവിടെ 7 ദിവസമുള്ളൂ, 8 ദിവസമില്ല. ഇവിടെ 7 ദിവസമേ ഉള്ളൂ, 8 ദിവസമില്ല. അമേരിക്കയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊരു സംശയം കൂടെ ഉണ്ട്. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇവിടെ 3 പേർ പറയുന്നുണ്ട്. ഒന്ന് കുഞ്ഞാട്, അത് യേശുവാന്നുള്ളത് തർക്കമുണ്ടോ? യേശു കുഞ്ഞാടെന്ന് ഉറപ്പില്ലെന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ഉറപ്പില്ലാത്ത ദൈവരാജ്യത്തിൽ പോകാത്ത നിങ്ങൾ കിടന്ന് ഇതൊക്കെ കിടന്ന് ചോദിച്ചാൽ കുഞ്ഞാട് യേശു ആണോ ചോദിച്ചത്? അതെ. കാന്ത ആരാണ്? അച്ചായൻ പറ, നിങ്ങൾ പറ. എനിക്കറിയില്ല. നിങ്ങൾ പറയാൻ വേണ്ടി നിങ്ങൾ എന്തിനാ എടുത്തിട്ട് ഞാൻ പഠിപ്പിക്കാമെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് എനിക്കറിയാൻ പറയാം. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ മറുപടി ഇല്ല. ആരാണ് കാന്ത? അങ്ങനെയെങ്കിൽ ഈ കല്യാണത്തിന് വിളിക്കപ്പെട്ടവരുണ്ടല്ലോ വിരുന്നുകാരായിട്ട്, അതാരാണ്? ഈ 3 പേരെ ഒന്ന് പറയാം ഒറ്റ വാക്കില്. എങ്ങനെ മറുപടി? വിളിക്കപ്പെട്ടവരാരാ? ഈ ജനം, വിശുദ്ധ ജനം. അപ്പൊ പിന്നെ കാന്തയാരാ? പറയുന്നേ അല്ല, നിങ്ങളെ ഏതാന്ന് നിങ്ങൾ ചിന്തിക്കുക. പറയാ നിങ്ങൾ അത് പറഞ്ഞെന്ന് പറഞ്ഞ് ഉടനെ ദൈവരാജ്യം പോകുമെന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ ഇത് പറഞ്ഞ സ്നാനപ്പെട്ടതാണോ? ഞാൻ സ്നാനപ്പെട്ട ആളാ. എങ്ങനെ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ടു. അതൊക്കെ സ്നാനം കുഴപ്പമില്ല. അപ്പൊ എന്റെ ചോദ്യത്തിന് മറുപടി ഇല്ല. കുഴപ്പമായിട്ട് നിൽക്കുന്ന ഒരു ക്ഷണിക്കപ്പെട്ടവരാരെന്നറിയാമോ? കാന്ത ആരെന്നറിയാമോ? ഇതൊന്നും അറിയാതെ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാനുള്ള ദിവസം കൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് അത് അറിയില്ലാതെ നിങ്ങൾ കാന്തയും കൂന്തയാണോ അന്വേഷിച്ചിട്ട് കിടക്കുന്നത്? എടാ, ദൈവത്തെ ആരാധിക്കും. ദൈവം യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതായ യേശു ഉണ്ടല്ലോ, ഏതൊരു ക്രിസ്തുവാണ് ഞാൻ തെളിയിപ്പിച്ചു തരാം. അതുപോലെ അറിയാത്തവരാണ് ഇതൊക്കെ ചോദിക്കുന്നത്. ഒരുവൻ ഒരു ദിവസത്തെ മാനിക്കുന്നു, അത് ഏത് ദിവസത്തെ മാനിച്ചാലും കർത്താവിന് അതുകൊണ്ട് നമുക്ക് അവസാനമായിട്ട് ഈ ഒരൊറ്റ ചോദ്യം അച്ഛനെ ബാക്കി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്വർഗരാജ്യത്തിൽ ശബത്ത് അനുഭവം ശേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സ്വർഗരാജ്യത്തിൽ ശബത്ത് അനുഷ്ഠിക്കുന്ന ഏത് ആഴ്ചയാണെന്ന് പറയാം? ഏത് ദിവസമാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നതിന് ശേഷം പറഞ്ഞുതരാം. ചെന്നതിന് നിങ്ങളിത് പറയാൻ നിങ്ങളെയും കാണത്തില്ല. ചെന്നതിന് ശേഷം പറയാം. ചെന്നതിന് ശേഷം പറയാം.
ചെന്നതിന് പിന്നെ ശേഷം അച്ഛൻ എന്ത് അടിസ്ഥാനം? ചെന്നതിന് ശേഷം നിങ്ങളടുത്ത് പറയാൻ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാ അച്ഛൻ നിങ്ങൾ തീച്ചുളയിൽ എടുത്തെറിയുന്ന നിങ്ങൾ ഇവിടെ എങ്ങനെ പറയും? ഒരു കാര്യം ഏക്കിലൂടെ വന്നാൽ ഒരു കാര്യം കേട്ടിട്ട് വെക്കോ. എന്താ ശബത്തല്ല അവിടെ ശേഷിക്കുന്നത്, ശബത്ത് അനുഭവം. ശബത്ത് അനുഭവം എന്ന് പറഞ്ഞാൽ വിശ്രമം. എന്റെ സഹോദര, കനാൻ ഇവിടെ ശബത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചവർക്ക് ഒരു വിശ്രമം ഇനി അവിടെ ഉണ്ട്, ശേഷിച്ചിരിക്കുന്നു അവർക്ക്. അവർക്കാണ്, അല്ലാതെ ഈ സൺഡേ ആരാധനക്കാരെ കുറിച്ചല്ല പറയുന്നത്. ആകയാൽ പറഞ്ഞുതരാം. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. പറഞ്ഞുതരാം, വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സ്വദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും വിശ്വാസമായി കേട്ടവരും വിശ്വാസമായി ഭയക്കാതെ വണ്ണം എൻ്റെ ശബദുകളെ നോക്കാതെ അവർ കണ്ണു മറച്ചു കളഞ്ഞു എന്നുള്ള. അല്ല, ഇതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഞാൻ ചോദിക്കുന്നത്, ഈ സ്വർഗത്തിൽ ഈ ശബത്ത് ദിവസമേ അത് ഏത് ദിവസമാണെന്ന് അച്ഛൻ പറയുന്നത്? ഞാൻ വചനം പറഞ്ഞിട്ടേ, വചനം പറഞ്ഞിട്ട് നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. ശനിയാഴ്ചയാണോ? യെശയ്യാവിന്റെ പുസ്തകം 66 നിങ്ങൾ ഇതൊന്ന് കേക്ക്, വചനം ആദ്യം ഒന്ന് കേക്ക്. ഞാനല്ല ദൈവം, ദൈവവചനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നൊന്ന് കേക്ക്. യെശയ്യാവിന്റെ പുസ്തകം 66-ന്റെ 22-ഉം 23-ഉം പറയുന്നത്, ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ പേരും നിങ്ങളുടെ സന്തതിയും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എൻ്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഈ ചോദ്യം വെച്ച് ദൈവത്തോട് ചോദിക്കട്ടെ, കർത്താവേ അവിടെയും ശബത്ത് ദിവസം ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കണമെന്ന് ഈ വചനം കേട്ട് ഞാൻ ദൈവത്തോട് ചോദിക്കണമെന്നാണ് ചോദിച്ചത്. സാറേ, ഈ പൗലോസേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ശബത്ത്, വാവ്, അമാവാസി ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ ആരും വിധിക്കരുന്ന് പറയുന്നത്. അത് ഏത് ശബദം അറിയാമോ? 7 ലേവ്യ പുസ്തകം, അതൊന്നായി ലേവ്യ പുസ്തകം. അത് ഞാൻ പറഞ്ഞുതരാം. 2-ാം സങ്കീർത്തനത്തിലെ കാര്യം അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ടെന്ന്. 2-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ പുസ്തകത്തിലെ കാര്യമാണ് അവിടെ പറയുന്നത്. അവിടെ എഴുതി വെച്ചേക്കണം, അത് വായിക്കണം. അങ്ങനെ ഇതെന്താ ഈ പറയുന്നത്? അപ്പൊ അച്ചായൻ പറഞ്ഞ 2 ശബത്തുണ്ടെന്നാ പറയുന്നത്. 7 മാസം കൂടുമ്പോഴുള്ള ശബദമുണ്ട്, ആഴ്ചയിൽ ഒരിക്കലുള്ള ശബദമുണ്ട്, 7 മാസം കൂടുമ്പോഴുള്ള ശബദമുണ്ട്. ആ ശബദാണ് അല്ല യേശുവിന്റെ കാൽവറിയിലെ യാഗത്തോടു കൂടെ മാറ്റപ്പെടുന്നത്. ആ ശബദത്തിനെ കുറിച്ചാണ് പൗലോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 7 മാസം കൂടുമ്പോൾ ശബദ്, ആ ശബദത്തിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അതേസമയം 6 ദിവസം കൂടെ അതായത് ശബത്താന്ന് പറഞ്ഞു 7 മാസം കൂടുമ്പോൾ നോക്കിക്കേ. പൊന്നോ, ഇത് ബൈബിളിലില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോ ഭയങ്കര അറിയത്തില്ലെങ്കിൽ എടുക്കണ്ടെന്നല്ല. അപ്പൊ കാന്ത ആരാന്ന് അറിയത്തില്ല, പിന്നെ അതെ കാന്ത ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവരാജ്യത്ത് പോകുന്ന. അല്ല, അത് എനിക്ക് പോകാൻ വേണ്ടിയാ, അതൊന്ന് അറിഞ്ഞിട്ട് വേണം പോകാൻ. ഓഹോ, എവിടെ? ഗൾഫിൽ പോകുന്നതല്ല, ദൈവരാജ്യത്ത് പോകുന്ന. അങ്ങനെ ഇരിക്കുക. ഇന്നലത്തെ ഫേസ്ബുക്കിലുള്ള അത് ഞാൻ കേട്ടു. ദൈവം എന്നെ രക്ഷിച്ചെന്നും വിടിവിച്ചെന്നും. ഇതാരാ വിടിവിപ്പിച്ചെന്ന് അറിയാമോ? ദൈവത്തിന് എതിരായിട്ട് ആരാധിക്കുന്നവർ പറയാ ദൈവം എന്നെ രക്ഷിച്ചെന്ന്. അല്ല, ഈ എതിരായിട്ട് ആരാധിക്കുന്ന ആ ശരിയായ ആരാധന അച്ഛൻ ഇത്ര നേരമായിട്ട് പറയാൻ പറ്റിയില്ലല്ലോ. ശരിയായിട്ടുള്ള ആരാധന പറഞ്ഞോണ്ടല്ലേ ഇരുന്നത്. അപ്പോഴല്ലേ തെളിയിക്കാൻ പറ്റിയില്ലോ അച്ഛൻ. ഏത് തെളിയിക്കാൻ പറ്റില്ല? അല്ല, ഈ പറഞ്ഞ വാദഗതികൾ വെച്ച് അച്ഛനത് ഒന്നും പറയാൻ പറ്റില്ല. വാദഗതികളെല്ലാം അപ്പോസ്തല പ്രവൃത്തികളിലെല്ലാം എടുത്ത് ഞാൻ വായിച്ച് കേൾപ്പിച്ചതല്ലേ നേരത്തെ. അവസാനം അച്ഛൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നിട്ട് പറയാന്നല്ലേ പറഞ്ഞത്. അല്ല, നിങ്ങൾ അങ്ങനെ ചോദിച്ചോണ്ട് അവിടെ ഏത് ദിവസമാണ് ആരാധന? അല്ല, അത് അവിടെ ചെന്നിട്ട് പറയാന്നല്ലേ പറഞ്ഞേ. ഏത് ദിവസം ആരാധന? അല്ല, അവിടെ ശനിയാഴ്ചയാണോ? ഇനി അത് മാത്രമല്ല, ആരുടെ നാമത്തിൽ എപ്പോഴാണ് ആരാധന? വേറൊരു കാര്യമുണ്ട് സാറേ, അവിടെ 7-ാമത്തെ ദിവസം സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ 6 ദിവസം പണി വേണ്ടേ? സ്വർഗത്തിൽ തന്നെ പണി. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞാൽ പിശാചിൽ കൂടെയുള്ള ചോദ്യങ്ങളാണ്. ഇതല്ല, വേറൊരാൾ ചോദിച്ചാലും മറുപടി പറയണ്ടേ? എന്തിനാ മറുപടി പറയണ്ട? എന്തിനാ അങ്ങനെയുള്ള മറുപടി എന്തിനാ പറയാനിരിക്കുന്നത്? അത് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചോദിച്ചാൽ നമുക്ക് കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തായാലും അച്ചായന്റെ വാദഗതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും എന്റെ വാദഗതി ഇല്ല, ദൈവത്തിന്റെ വാദഗതിയാണ്. ആയിക്കോട്ടെ, എന്തായാലും ഒന്നും തെളിയിക്കാൻ പറ്റിയില്ല. എല്ലാം തെളിയിച്ചതാ. നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനും പറ്റുന്നില്ലെന്നേ ഉള്ളൂ. അല്ല, ചോദിച്ചതിനൊന്നും അച്ഛൻ മറുപടി ഏതാ ചോദിച്ചത്?
ഞാൻ ചോദിക്കട്ടെ, ഈ 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഏത് ദിവസം നിങ്ങൾക്ക് പോലും അറിയത്തില്ലല്ലോ. 7-ാം ദിവസം അച്ചായൻ പറ ഏത് ദിവസമാണ്? ഏത് ദിവസം എന്ന് പറയാം? ശനിയാഴ്ച. 7-ാം ദിവസത്തിൻ്റെ നേരെ പേര് എഴുതിയിരിക്കുന്നത് ശനിയെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കേട്ടോ, അങ്ങനെ ചോദിക്കത്തുള്ളൂ. അല്ല അച്ചായനൊന്ന് പറഞ്ഞു അല്ലേ? അല്ല അത് പറഞ്ഞു അല്ല, ഞാൻ ചോദിക്കട്ടെ, ശനിയെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? അല്ല അച്ചായൻ അല്ല, നിങ്ങൾ 1-ാം ദിവസം, അച്ചായനല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 1-ാം ദിവസം ആരാധിക്കുന്ന ഏത് വചനപ്രകാരം ആര് കൽപ്പിച്ചു? അത് എനിക്കൊന്ന് നിർത്തുക. എനിക്കൊന്ന് നിർത്തുക. ഞങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. കൂട്ടിയിട്ടോ? വാ കൂട്ടിയോ? വാവൂട്ടൊന്നും വേണ്ട. വാ കൂട്ടിയോ? വാവൂട്ടണ്ട, ഞാൻ മറുപടി തരാം. എന്താ മറുപടി? മറുപടി പറയാം. ഞാൻ തിരിച്ചെന്ന് ചോദിക്കട്ടെ. ഇതിന്റെ മറുപടി താന്നു. അതിന്റെ മറുപടിയാ പറയുന്നേ. എന്താ? അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 7-ാം വചനത്തില് അവർ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കൂടി വന്നോ? അത് ഏത് ദിവസമാണ്? പറഞ്ഞുതരാം. അത് ഏത് ദിവസം എന്നാ പറഞ്ഞിരിക്കുന്നത്? ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം. ഏത് ദിവസം? അത് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആ ദിവസത്തിന്റെ പേര് ബൈബിളിലുണ്ടോ? അല്ല അത് ഏത് ദിവസം അച്ചായൻ? ആ ബൈബിളിലുണ്ടോ? അതെ, നിങ്ങൾ പറഞ്ഞ ശനിയാഴ്ചയുടെ പിറ്റേ ദിവസം. അത് ഏത് ദിവസം? അത് ഏത് ദിവസം എന്ന് പറ. അല്ല അച്ചായൻ അത് ഏത് ദിവസം? ഞങ്ങൾക്കിവിടെ എനിക്കറിയത്തില്ല ഏത് ദിവസം. നിങ്ങൾ പറ. ശരി, നിങ്ങൾ ആരാധിക്കുന്ന 7-ാം ദിവസമാണോ? അതെ. ആണോ? അതിന്റെ പിറ്റേ ദിവസം 1-ാം ദിവസം ഞങ്ങൾ ആരാധിക്കുന്നു. പിറ്റേ ദിവസം 1-ാം ദിവസം ആര് കൽപ്പിച്ചു? പൗലോസ് അവര് കൂടി വന്നത് അതാണല്ലോ. പറഞ്ഞുതരാം. അല്ല, ഇതിനകത്ത് അപ്പൊ തെറ്റെന്താ? പറഞ്ഞു തരാമെന്നേ. നീ പറഞ്ഞു തരാമെന്നേ. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമല്ലേ നിങ്ങൾ ഈ പറഞ്ഞത്? അല്ലേ? അത് അപ്പോസ്തല പ്രവൃത്തികൾ 20-ന്റെ 4 മുതൽ തുടങ്ങി 7-ൽ വന്ന് നമുക്ക് അവസാനിച്ച് നോക്കാം. നമ്മൾ വായിച്ചു പറഞ്ഞു. ഇല്ല നമ്മൾ വായിച്ചില്ല. ഞാൻ നേരത്തെ ഒന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അച്ചായൻ മറുപടി വരില്ല. സ്വർഗ്ഗരാജ്യത്തിലെ ആ ശബത്ത് അത് ഏത് ആഴ്ചയാണെന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇത് കേൾക്കുന്നവർക്കൊരു ഇത് വേണ്ട. നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ കേൾക്കുന്നവർക്ക് അവർ അവിടെ ശബത്തുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ദൈവം പറഞ്ഞ ശബത്ത് അല്ല, അത് ഏത് ദിവസമാണെന്ന് പറഞ്ഞേന്നേ. അതാ ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? അവിടെ ചെന്നിട്ട് വിളിച്ചു ആയിക്കോട്ടെ, എന്നാ പറയാം. നിക്ക് ഇത് ഞാൻ